ഇന്ധനത്തിനായി നെട്ടോട്ടം ഓടി CNG ഓട്ടോകൾ. കാസർഗോഡ് ചൗക്കിലെ CNG പമ്പിൽ ഗ്യാസ് നിറയ്ക്കാനെത്തിയ കാത്തിരിക്കേണ്ടി വരുന്നത് മണിക്കൂറുകളാണ്. ഇന്ന് ശരിയാവും, നാളെ ശരിയാകുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നെങ്കിലും ക്ഷാമം ഗുരുതരമാകുന്നതല്ലാതെ കുറയുന്നില്ല എന്നാണ് ഓട്ടോ തൊഴിലാളികളുടെ പരാതി. അന്തരീക്ഷ മലിനീകരണമില്ലാതെ ഓടുന്ന വാഹനമെന്ന ഖ്യാതിയോടെയാണ് CNG വാഹനങ്ങൾ വിപണിയിലെത്തിയത്. കൂടാതെ പെട്രോൾ ഡീസൽ വിലയുടെ തുടർച്ചയായുള്ള വർധനയും ഇത്തരം വണ്ടികളെ ഓട്ടോ തൊഴിലാളികൾക്കിടയിൽ പ്രിയപ്പെട്ടതാക്കി മാറ്റി. എന്നാൽ വായ്പയെടുത്ത് വാഹനം നിരത്തിലിറക്കിയതോടെ പ്രശ്നങ്ങൾ ഓരോന്നായി തലപൊക്കി തുടങ്ങി. കാസർഗോഡ് ജില്ലയിൽ ആകെയുള്ളത് 4 പമ്പുകൾ, 4 വശത്ത്. ചെറുവത്തൂർ, പെരിയ, ചൗക്കി എന്നിവിടങ്ങളിൽ പമ്പുകളുണ്ടെങ്കിലും ആവശ്യത്തിന് ഇന്ധനം കിട്ടുന്നില്ലെന്നാണ് തൊഴിലാളികളുടെ പരാതി. ഇവിടെ എപ്പോൾ നോക്കിയാൽ CNG ഉണ്ടാകുന്നില്ല. ഒരു 20 വണ്ടി 30 വണ്ടിയെല്ലാം ഇവിടെ ക്യൂ ആണ്. ഇന്ന് ശരിയാവും, നാളെ ശരിയാവുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നെങ്കിലും ക്ഷാമം ഗുരുതരമാവുന്നതല്ലാതെ കുറയുന്നില്ല. നമ്മൾ 30 കിലോമീറ്റർ ദൂരത്ത് നിന്ന് ഗ്യാസ് അടിക്കാൻ വരും. രാവിലെ 6 മണിക്ക് വരും. അപ്പോൾ വന്നിട്ടാകുമ്പോൾ ഇവിടെ ഗ്യാസ് ഉണ്ടാകുന്നില്ല. കണ്ണൂർ കൂടാളിയിലെ ഡിപ്പോയിൽ നിന്നാണ് ജില്ലയിലെ 3 പമ്പുകളിലേക്ക് ഇന്ധനം എത്തിക്കുന്നത്. ഓരോ ദിവസവും ശരാശരി 4 ലോഡ് ഇന്ധനമാണ് ജില്ലയിലെ ഓരോ പമ്പുകളിലേക്കും അയച്ചിരുന്നത്. എന്നാൽ അതിപ്പോൾ 1-2 ലോഡുകൾ മാത്രമായി ചുരുങ്ങിയതോടെ ക്ഷാമം വർദ്ധിച്ചു. ആയിരക്കണക്കിന് ഓട്ടോറിക്ഷകളെ തന്നെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഇന്ന് തൊഴിലാളികൾ വീട്ടിൽ വണ്ടി കയറ്റി വെച്ചിട്ട് കിടന്നുറങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. വരും കാലത്തും CNG ഇന്ധനത്തിലുള്ള ഡിമാൻഡ് വർദ്ധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഇതുകൂടി കണക്കിലെടുത്ത് അതിനുവേണ്ട രീതിയിൽ ഇന്ധനം ജില്ലയിലേക്ക് എത്തിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. താലിമാലയും വസ്തുവൊക്കെ പണയം വെച്ച് ഓട്ടോറിക്ഷകൾ എടുത്ത് ഇത് ഇപ്പോൾ മൊത്തം ജപ്തി ഭീഷണിയായി ആവാൻ പോവുകയാണ്. കാരണം ലോൺ അടക്കാൻ പറ്റുന്നില്ല, CNG കിട്ടാത്തതുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.